ഒരുപാട് കൂട്ടുകാർ ചോദിച്ച നറൂട്ടോ എന്ന് പറയുന്ന സീരീസുമായിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഒരു പൂർണ്ണ ചന്ദ്രനാണ് കാണിക്കുന്നത്. അതിനടുത്ത് തന്നെയായിട്ട് 9 വാലുള്ള ഒരു ദുഷ്ടൻ കുറുക്കൻ ഗ്രാമത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ ഒരു നിഞ്ചയാകട്ടെ അതിനെയും കൊന്ന് അതിനെ ഒരു മനുഷ്യ ശരീരത്തിലിരുത്തും. ഫോർത്ത് ഹൊക്കാഗെ ആയിരുന്നു ഈ ഒരു സാക്രിഫൈസ് ചെയ്തത്. ഇതോടുകൂടിയാണ് ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുക നമ്മുടെ കഥാനായകൻ നറൂട്ടോ ഉസുമാക്കിയനാണ്. 3 പേര് ചേർന്ന് ആളെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് ചെറുതാണെങ്കിലും കയ്യിലിരിപ്പ് ഇത്തിരിയൊന്നുമല്ല. ഇവനിപ്പോൾ ഒപ്പിച്ചു വെച്ച കാര്യം അത്ര ചെറുതല്ല. ആ ഒരു വലിയ കുറുക്കനെ കൊന്ന മെയിൻ ഹോക്കാഗയുടെ മുഖങ്ങൾ അവിടെ മലയിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ പ്രധാന പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ അതിനു മുകളിലൂടെ എല്ലാം പെയിൻ്റ് എടുത്തൊഴിക്കലാണ്. കുറച്ച് സെൻസായിമാരാണ് അവനെ ഓടിച്ചു കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ചെന്ന് സാക്ഷാൽ ലോർഡ് ഹോക്കാഗയുടെ അടുത്ത് ചെന്ന് തന്നെ കാര്യം പറയും. എത്രയും പെട്ടെന്ന് തന്നെ അവനെ എൻ്റെ അടുത്ത് പിടിച്ചു കൊണ്ടുവരണമെന്ന് ആള് ഉത്തരവിറക്കും. അവൻ്റെ അടുത്തുനിന്ന് നമ്മുടെ ആൾ ഈസി ആയിട്ട് എസ്കേപ്പ് ആയെങ്കിലും ഓടി വന്ന് പെടുന്നതായിക്കോട്ടെ അവൻ്റെ ടീച്ചറുടെ മുമ്പിലും. അവനെ കണ്ട് ഇരൂക്ക സെൻസായി, നീ ഇപ്പോൾ ക്ലാസ്സിലിരിക്കേണ്ട സമയമല്ലേ, നീ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണോ ചോദിക്കുമ്പോൾ, ഇതിനു മുമ്പ് 2 വട്ടം ഞാൻ ഗ്രാജുവേഷൻ അപ്ലൈ ചെയ്തിട്ടും ഞാൻ പൊട്ടിപ്പോയി, ഇനിയും ഞാൻ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ ചോദിക്കുമ്പോൾ സാറ് നമ്മുടെ മണ്ടപ്പനെ തൂക്കിയെടുത്ത് ക്ലാസ്സിൽ കൊണ്ടു നിർത്തും. കഴിഞ്ഞുപോയ പാഠങ്ങൾ, ജുഡ്സു ട്രെയിനിങ്സ് എല്ലാം മറ്റു കുട്ടികൾ അവന് കാണിച്ചു കൊടുക്കും. നമ്മുടെ ആളിത് ട്രൈ ചെയ്യുമ്പോൾ അവനൊരു പെൺകുട്ടിയായി മാറും. കലിപ്പ് വന്ന സാറാവട്ടെ, നാളത്തെ ടെസ്റ്റിൽ നീ എന്തായാലും ജയിച്ചിരിക്കണം, മാത്രമല്ല കല്ലിൽ കൊത്തിവെച്ച വിഗ്രഹങ്ങൾ നീ എന്തായാലും വൃത്തിയാക്കുകയും വേണം. അവനെ കൊണ്ട് അത് മുഴുവൻ കഴിയിപ്പിക്കും. നെക്സ്റ്റ് ഡേ എക്സാമിൽ നമ്മുടെ ആൾക്ക് കിട്ടുന്നത് ക്ലോൺ ജുഡ്സു കാണിക്കാനാണ്. നല്ലോണം ചിന്തിച്ച് നല്ല ബിൽഡപ്പൊക്കെ കൊടുത്ത് നമ്മുടെ ആളെങ്കിൽ നല്ല ഊളത്തരം കാഴ്ചവെക്കും. ഇത് മറ്റൊരു സാറ് കണ്ട് ഇവൻ 2 തവണ തോറ്റുപോയതല്ലേ, ഇത്തവണ നമുക്ക് അവനെ ജയിപ്പിച്ചേക്കാമെന്ന് പറയുമ്പോൾ ഇരൂക്ക സെൻസൈ ആവട്ടെ, ഒരിക്കലുമില്ല, ഇത്തവണയും നിന്നെ ഞാൻ തോൽപ്പിക്കുമെന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയുന്നു. ഹാപ്പി ആയിട്ട് എല്ലാവരും ജയിച്ചു പോകുമ്പോൾ നമ്മുടെ പാവം കുട്ടപ്പനാവട്ടെ ഊഞ്ഞാലിൽ ഇവിടെ സാലടിച്ചിരിക്കുകയാണ്. ദൂരെ ഇരിക്കുന്ന നമ്മുടെ ചെക്കൻ്റെ അടുത്തോട്ട് മിസൂക്കി എന്ന് പറയുന്ന മറ്റൊരു സെൻസായി വരികയാണ്. അവൻ്റെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കും. ഫോക്സിനെ കൊന്ന പ്രധാന ഹൊക്കാഗയുടെ ഒരു ബുക്ക് അടിച്ചു മാറ്റാനായി ഇയാൾ നമ്മുടെ കുട്ടപ്പനെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മുടെ ആളാവട്ടെ അത് തെറ്റാണോ ശരിയാണോ പോലും ചിന്തിക്കാതെ ആ ബുക്ക് നൈസായിട്ട് അടിച്ചു മാറ്റും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഇരൂക്ക സെൻസായിക്ക് കുറ്റബോധമടിച്ച് പല കാര്യങ്ങളും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നുണ്ടായ ഫോക്സിൻ്റെ ആക്രമണത്തിൽ നമ്മുടെ കുട്ടപ്പൻ്റെ അച്ഛനെയും അമ്മയും പോയ പോലെ തന്നെ ഇരൂക്കയുടെ പാരൻസും മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരുടെ ജീവിതശൈലിയും ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ അവനെ തോൽപ്പിച്ചതിൽ ഇരൂക്ക സെൻസായിക്ക് നൈസായിട്ട് കുറ്റബോധം അടിച്ചിരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് തന്നെ ഡോറിൽ ഒരാളൊന്ന് നോക്ക് ചെയ്തുകൊണ്ട് നറൂട്ടോ ഇത്തരത്തിലുള്ള ഒരു ബുക്ക് അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് ആളെ അറിയിക്കും. ഇറൂക്കിക്ക് ഒരുപാട് വിഷമായിട്ട് ഒരു വഴിയില്ലാതെ ഈ കാര്യം ചെന്ന് ലോർഡ് ഹൊക്കാഗയോട് പറയും. ഈ കാര്യം കേൾക്കേണ്ട താമസം നറൂട്ടോനെ പിടിച്ച് വലിയൊരു ശിക്ഷ വിധിക്കാനായി ലോർഡ് ഹൊക്കാഗയെ കൽപ്പിക്കും. കാട്ടിലാണെങ്കിൽ നമ്മുടെ കുട്ടപ്പൻ കൂളായിട്ട് ആ പുസ്തകമൊക്കെ വായിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സാറാണെങ്കിൽ അവനെ ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അവൻ ആ ഒരു ബുക്കിലുള്ള ഒരു ജുഡ്സു പഠിച്ചിട്ടുണ്ടാകും. നിന്നോട് ആരാണ് ഈ ഒരു ക്ലോണിൻ്റെ കാര്യം പറഞ്ഞു എന്ന് സാറ് ചോദിക്കുമ്പോൾ വേറെ ആരുമല്ല മിസൂക്കിയാണ് ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് നറൂട്ടോ പറയുന്നു. ഇതിൽ ഒരുപാട് ജിറ്റ്സ് ഉണ്ടെന്നും ഇത് ഞാൻ പഠിക്കുകയാണെങ്കിൽ എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞാനിതിൽ നിന്ന് ഒരു ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട്, സാറിത് കണ്ട് എന്നെ എന്തായാലും വിജയിപ്പിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അതേസമയം തന്നെ അവിടേക്ക് മിസൂക്കി വരും. മിസൂക്കിയെ കണ്ട് ഇറൂക്കി കലിപ്പടിച്ചിരിക്കുമ്പോഴാണ് ഇതേ സമയം മിസൂക്കി ആവട്ടെ ഇറൂക്കി ദുഷ്ടനാണെന്നും ഇറൂക്കി നറൂട്ടോ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അവിടെ പറഞ്ഞു വരുത്തും. ഇറൂക്കി തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതാക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. നീ ഒരുപാട് സ്നേഹിക്കുന്ന ഇറൂക്കി സെൻസായി നിന്നോട് വലിയൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും അത് പറയരുതെന്ന് ഇറൂക്കി വിളിച്ചു കൂവും. പക്ഷേ അതൊന്നും കേൾക്കാതെ അതൊന്നും വകവെക്കാതെ ഈ കാര്യങ്ങളെല്ലാം അവനോട് ഇസൂക്കി പറയും. കഥയുടെ തുടക്കത്തിൽ ഒരു ദുഷ്ടനായ കുറുക്കനെ മനുഷ്യൻ്റെ മേൽ സീൽ ചെയ്ത് വെച്ചു എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ മനുഷ്യനാണ് നമ്മുടെ കുട്ടപ്പൻ നറൂട്ടോ. 9 വാലുള്ള ആ കുറുക്കൻ ഇപ്പോഴും അവൻ്റെ ഉള്ളിലുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അവന് ഒരു ഫ്രണ്ട്സ് ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്നത്. ഇതെല്ലാം കേട്ട് നമ്മുടെ കുട്ടപ്പൻ ടെൻഷനായിട്ട് ഓടി രക്ഷപ്പെടുമ്പോൾ
ഇസൂക്കിയും നറൂട്ടോയും പരസ്പരം ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അവനും എന്നെപ്പോലെ തന്നെ ഒരു നെഗറ്റീവ് എനർജി ഉള്ളവനാണ്. ബുക്ക് വായിച്ച് എല്ലാ കാര്യങ്ങളും സ്വായത്തമാക്കി ഈ ഗ്രാമത്തെ അവൻ ഇല്ലാതാക്കുമെന്ന് മിസൂക്കി പറയുമ്പോൾ ഇവരിതിവിടെ പറയുന്നത് കേട്ട് ദൂരെ ഒളിച്ചു നിന്ന് നമ്മുടെ കുട്ടപ്പൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. ഇറൂക്കിക്ക് ഒരുപാട് അപകടങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലും അവൻ്റെ കോൺഫിഡൻസിന് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. നറൂട്ടോ അവൻ വൺ ഓഫ് എ കൈൻഡാണ്, ലക്ഷ്യത്തിലൊരുവൻ. അവൻ്റെ ഉള്ളിൽ വലിയൊരു നന്മയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ വലിയൊരു നിഞ്ചയായിട്ട് മാറും. എല്ലാ കാര്യങ്ങളും സ്വായത്തമാക്കി നിന്നെ പോലത്തെ ദുഷ്ടന്മാരെ അവൻ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോഴേക്കും ദൂരെ ഇരിക്കുന്ന നറൂട്ടോയ്ക്ക് അത് കേട്ട് ഒരുപാട് സങ്കടം വരും. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.